ഈ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ചെയ്യുന്ന സർജറികളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നോർമൽ മുട്ടിനെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം അതിന് ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജോർജ് മോനി. കോട്ടയം കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ്. എൻ്റെ കൂടെ ഡോക്ടർ ജോൺ ജോസഫും ഉണ്ട്. അദ്ദേഹവും കോട്ടയം കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ്. ഡോക്ടർ, നമ്മുടെ ഒ പി ഡിയിൽ വരുന്ന പേഷ്യൻസിൻ്റെ ബഹുഭൂരിപക്ഷ ആൾക്കാരുടെ ഒരു മേജർ കംപ്ലൈൻ്റ് ആണ് മുട്ടുവേദന. എന്താണ് ഇതിനെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നാമതായിട്ട് മുട്ടുവേദന എന്ന് പറയുന്നത് അതൊരു സിംറ്റമാണ്, അതൊരു രോഗാവസ്ഥയല്ല. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇതര വൈദ്യ പല പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. മുട്ടുവേദനയോട് ടാറ്റ പറയൂ, ഞങ്ങളുടെ ഓയിൽ തേക്കൂ, ഗുളിക കഴിക്കൂ. നമ്മൾ സ്ഥിരമായിട്ട് പലപ്പോഴും പറയുന്നതാണ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അതൊരു അസുഖമല്ല, ഒരു രോഗലക്ഷണമാണ്. പനി അസുഖമല്ല, അതൊരു രോഗലക്ഷണമാണ് എന്ന് പറയുന്നത്. മുട്ടുവേദന ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഒരു ഇൻഫെക്ഷൻ മുതലൊരു ട്യൂമർ വരെ ഒരുപക്ഷെ മുട്ടുവേദനയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റിലോ സ്പൈനിലോ ഉള്ള പ്രശ്നം പോലും ചിലപ്പോൾ മുട്ടിലായിരിക്കും വേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. സോ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ആൾക്കാർ പറയും മുട്ടുവേദന പ്രായമായവരില്ല. ഒരിക്കലുമല്ല. നമ്മൾ ഒരു മധ്യവയസ്കരായിട്ടുള്ള ആളുകളിലും ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ പ്രായമായാലും നമ്മൾ കാണുന്നു. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഒരു 40-നും 60-നും ഇടയ്ക്കുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അത് വേറൊരു കാറ്റഗറി. ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പ്രധാനമായിട്ട് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളെക്കാൾ മാറ്റി നിർത്തിയാൽ ഒരു കോമൺ ആയിട്ട് വരുന്ന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ മുട്ടുചിരട്ടയുടെ പുറകിൽ അവർക്ക് ഭയങ്കര വേദന, അത് കുറേ നേരം ഇരിക്കുകയോ അല്ലെങ്കിൽ ചില വീക്കെൻഡ് വാരിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നാൽ പിന്നെ വെയിറ്റ് കുറച്ചേക്കാന്ന് പറഞ്ഞ് കുറേ ദൂരം ഓടുക, അവർ നടക്കുക, പെട്ടെന്ന് ഒരു എക്സസൈസ് ചെയ്യുക, കുറേ വെയിറ്റിൽ പൊക്കുക, അന്നേരം മുട്ടിന് വേദന. അങ്ങനെ ചെയ്യുന്ന പലരിലും നമ്മൾ നോക്കുമ്പോൾ അവർക്ക് മസിൽസിലുള്ള ചില വീക്ക്നെസ്സുകൾ വിച്ച് ക്യാൻ ലീഡ് ടു, അത് കാരണം അവരാ പ്രവൃത്തി ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മുട്ടിൻ്റെ അലൈൻമെൻറ്റിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം അവർക്ക് ഇതേപോലെ മുട്ടുവേദന വരാറ്. അതപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ബെറ്റർ ആവും. വേറെന്നുള്ളത് ഓൾറെഡി മുട്ടിൽ ചില ഇഞ്ചുറീസ്, സ്പോർട്സ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് ആവാം. പിന്നെ ഉള്ളത് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്. അത് വളരെ യങ് ആയിട്ടുള്ളവരിൽ അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്പർ 1 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ് കാരണം, മുട്ടുവേദനയുടെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായി. ഡോക്ടർ, ഇപ്പം പല ഏജ് ഗ്രൂപ്പിൽ വരുന്ന മുട്ടുവേദനകളെ പറ്റി താങ്കൾ പറഞ്ഞു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്താണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? ഓൾവേസ് ക്ലിനിക്കൽ എക്സാമിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ആൾക്കാർ ക്ലിനിക്കലി നോക്കാതെ നേരെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ചാടി വീഴാറുണ്ട്. അതിനേക്കാളും എപ്പോഴും ക്ലിനിക്കൽ എക്സാമിനേഷനിൽ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്കത് കൃത്യമായി ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റിഗേഷൻ പല രീതിയിലുണ്ട്. എക്സ്റേ ഉണ്ട്, MRI നമ്മൾ എടുക്കാറുണ്ട്. ലിഗമെന്റ് പോലെയുള്ള മെനിസ്കസ് പോലെയുള്ള സാധനങ്ങൾ ഒരിക്കലും എക്സ്റേയിൽ വരില്ല. അതിന് നമ്മളെപ്പോഴും MRI എടുക്കാറുണ്ട്. ചില ആളുകൾക്ക് അലൈൻമെന്റിന്റെ ഇഷ്യൂസ് കാരണം, അതായത് മുട്ടിന് ജന്മനാ ഉള്ള ചില വളവ് കാരണം മുട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വെയിറ്റ് കൂടുതലായി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഏരിയയിൽ വേദന വരാറുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ അലൈൻമെന്റിനുള്ള എക്സ്റേസ്, ഏത് ഭാഗം എങ്ങനെയാണ് അലൈൻമെന്റ്, എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നത്, എവിടെയാണ് ഡീഫോമിറ്റി, അത് കണ്ടുപിടിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു അസസ്മെന്റിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പേഷ്യന്റിന്റെ ഏജ്, പേഷ്യന്റിന്റെ ഡിമാൻഡ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ഈ ലിഗമെന്റ്, മെനിസ്കസ് പോലെയുള്ള ഇഞ്ചുറീസിൽ നമ്മൾ ആർത്രോസ്കോപ്പിക്കലി നമ്മൾ ആ ഒരു പ്രസ്തുത പ്രശ്നത്തിനെ നമ്മൾ പരിഹരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലിഗമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, മെനിസ്കസ് ഒരു ഷോക്ക് അബ്സോർബിങ് ഓർഗൻ പോലെ ഇതിൻ്റെ ഇടയിൽ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു ഏരിയ പോലെ ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ മുട്ടിൻ്റെ 2 എല്ലുകൾക്കിടയിൽ. അപ്പോൾ അത് പോയി കഴിയുമ്പോഴത്തേക്കും അതിൽ കീറൽ വന്നാൽ ഒരിക്കലും അതിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം അവിടെ ഏർലി ആർത്രൈറ്റിസും കാര്യങ്ങളും വരാനുള്ള സാധ്യത. അതുപോലെ ലിഗമെന്റ് പോയി മുട്ട് അൺസ്റ്റേബിൾ ആയാൽ, അത് വെച്ചൊരാൾ നടന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഒരു ഇന്റേണൽ ഡീറേഞ്ച്മെന്റ് എന്ന് പറയും, അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. അത് കാരണം മുട്ടിന്റെ സ്ഥിരത പോകുന്നതുകൊണ്ട് അതിനുള്ള ബാക്കി സ്ട്രക്ചേഴ്സ്, കാർട്ടിലേജ്,
മറ്റ് മെനിസ്കസ് ഇതിനെല്ലാം ഇഞ്ചുറി വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അഡ്രസ് ദാറ്റ്. ഈ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ചെയ്യുന്ന സർജറികളുടെയൊക്കെ ഏറ്റവും ഉദ്ദേശം എന്ന് പറയുന്നത് നോർമൽ മുട്ടിനെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം അതിന് ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയോ അതിനെ ട്രീറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ നോർമൽ നീയുടെ ആയുസ് കുറയുകയും എയർലി ആർത്രൈറ്റിസ് വരികയും അത് പിന്നീട് ആർത്രൈറ്റിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രോട്ടോകോൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യം.